നമസ്കാരം. മിഷൻ ടെക് സെൻ്റർ ട്യൂട്ടോറിയൽസിലേക്ക് സ്വാഗതം. ഇപ്പോഴത്തെ ക്ലാസ് ഓട്ടോമൊബൈൽ എന്താണെന്നും അതിനെങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നുവെന്നും ഏതെല്ലാം കമ്പോണൻസ് ചേർന്നതാണ് ഒരു ഓട്ടോമൊബൈൽ എന്നും ബേസിക് ടെക്നിക്കൽ ടേംസ് ഇൻ എൻജിൻസ് ഏതെല്ലാമാണെന്നും വൺ വേർഡ് ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് ഓട്ടോമൊബൈൽ നോക്കാം. ഇറ്റ് ഈസ് എ സെൽഫ് പ്രൊപ്പൽഡ് വെഹിക്കിൾ ഡ്രിവൺ ബൈ ആൻ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ് ആൻഡ് ഗുഡ്സ് ഓൺ ഗ്രൗണ്ട്. യാത്രക്കാരെയോ സാധനങ്ങളോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ്റെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന സ്വയം ചലിക്കുന്ന ഒരു വാഹനത്തെയാണ് ഓട്ടോമൊബൈൽ എന്ന് പറയുന്നത്. ഇത് ചലിക്കുന്നതിന് പുറമേ നിന്ന് മറ്റൊരു സഹായവും ആവശ്യമില്ല. എഞ്ചിനുകളിൽ നടക്കുന്നത് ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നിരവധി നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് ശേഷം 1769 ഫ്രഞ്ച് എഞ്ചിനീയറായ ക്യാപ്റ്റൻ നിക്കോളാസ് കൊഗ്നോട്ട് ലോകത്തിലാദ്യമായി ഒരു ഓട്ടോമൊബൈൽ നിരത്തിലിറക്കി. ഇത് സ്റ്റീം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന യന്ത്രമായിരുന്നു. ഇതിൽ റെസിപ്രോക്കേറ്റിംഗ് സ്റ്റീം പിസ്റ്റൻ്റെ മോഷനെ റോട്ടറി മോഷനാക്കി മാറ്റുകയാണ് ചെയ്തത്. അതിനുശേഷം 1876 പെട്രോളിയം ഗ്യാസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഓട്ടോസൈക്കിളിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ എഞ്ചിൻ നിക്കോളസ് ഓട്ടോ നിർമ്മിച്ചു. ഓട്ടോമൊബൈൽസിനെ 9 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പർപ്പസ് അനുസരിച്ചിട്ട് പാസഞ്ചർ കാരിയേഴ്സ് അല്ലെ ഗുഡ്സ് കാരിയേഴ്സ് എന്നിങ്ങനെ വാഹനങ്ങളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഉപയോഗിക്കുന്ന ഫ്യൂവലിനനുസരിച്ച് പെട്രോൾ വെഹിക്കിൾ, ഡീസൽ വെഹിക്കിൾ, ഗ്യാസ് വെഹിക്കിൾ, സ്റ്റീം വെഹിക്കിൾ, ഇലക്ട്രിക് വെഹിക്കിൾ എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ സ്റ്റീം വെഹിക്കിൾ നിലവിൽ ഒബ്സൊലേറ്റ് ആണ്, ഉപയോഗത്തിൽ ഇല്ലാത്തതാണ്. കപ്പാസിറ്റി അനുസരിച്ചിട്ടാണെങ്കിൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ്, ലൈറ്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്, ഹെവി ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്, മീഡിയം വെഹിക്കിൾസ് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് സിംഗിൾ യൂണിറ്റ് വെഹിക്കിൾസ്, ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾസ് എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. ഡ്രൈവിൽ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ്, റൈറ്റ് ഹാൻഡ് ഡ്രൈവ്, ഫ്ലൂയിഡ് ഡ്രൈവ് എന്നിവയാണുള്ളത്. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. ഇതിൽ സ്റ്റിയറിംഗ് വീൽ റൈറ്റ് സൈഡിൽ ഫിറ്റ് ചെയ്തിരിക്കും. വീൽ ആൻഡ് ആക്സിലിൽ 2 വീലേഴ്സ് ഉണ്ട്, 3 വീലേഴ്സ് ഉണ്ട്, 4 വീലേഴ്സ് ഉണ്ട്, 6 വീലേഴ്സ് ഉണ്ട്. ഉദാഹരണം 4 വീലേഴ്സിനകത്ത് 4x2 എന്നൊരു ഡ്രൈവ് കാണിക്കുകയാണെങ്കിൽ ഇതിൽ 4 എന്നുള്ളത് നമ്പർ ഓഫ് വീൽസ് ആണ്, അതേപോലെ 2 എന്നുള്ളത് ഡ്രൈവ് വീൽസ് ആണ്. സസ്പെൻഷൻ സിസ്റ്റത്തിൽ 2 വിഭാഗമാണുള്ളത്. കൺവെൻഷണൽ സിസ്റ്റം ഉണ്ട്, ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റം ഉണ്ട്. ലീഫ് സ്പ്രിംഗ് ഉൾപ്പെടുന്നത് കൺവെൻഷണൽ സിസ്റ്റത്തിലാണ്. ഇൻഡിപെൻഡൻറ്റിനകത്ത് വരുന്നതാണ് കോയിൽ സ്പ്രിംഗ്. ബോഡി ആൻഡ് നമ്പർ ഓഫ് ഡോസിനകത്ത് വരുന്നതാണ് സെദാൻ, കൺവെർട്ടിബിൾ, സ്റ്റേഷൻ വാഗൺ, ഡെലിവറി വാൻ, സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസ് അതായത് ആംബുലൻസ് ഒക്കെ. ട്രാൻസ്മിഷൻ വിഭാഗത്തിൽ കൺവെൻഷണൽ സിസ്റ്റം ഉണ്ട്. മിക്ക ഇന്ത്യൻ തരത്തിലോടുന്ന വാഹനങ്ങൾ കൺവെൻഷണൽ സിസ്റ്റമാണ്. സെമി ഓട്ടോമാറ്റിക് ഉണ്ട്, ഫുള്ളി ഓട്ടോമാറ്റിക് ഉണ്ട്. എല്ലാ വാഹനങ്ങളും പ്രധാനമായും 3 യൂണിറ്റാണുള്ളത്. ഒന്ന് ചേസിസ് ആൻഡ് ട്രാൻസ്മിഷൻ, രണ്ടാമത്തെ എഞ്ചിനാണ്, മൂന്നാമത്തെ ഇലക്ട്രിക്കൽ എക്യുപ്മെൻ്റ് ആണ്. ഇതിൽ എഞ്ചിനാണ് സോഴ്സ് ഓഫ് പവർ. ഈ 3 യൂണിറ്റും യോജിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ടോർക്ക് ഡ്രൈവ് ലൈൻ വഴി വീലുകളിൽ എത്തുകയുള്ളൂ. എസൻഷ്യൽ കമ്പോണൻസ് ഓഫ് ആൻ ഓട്ടോമൊബൈൽ ഏതെല്ലാമാണെന്ന് നോക്കാം. പ്രധാനമായും എഞ്ചിൻ, ഫ്ലൈ വീൽ, അതുമായി കണക്ട് ചെയ്തിരിക്കുന്ന ക്ലച്ച്, ഗിയർ ബോക്സ്, യൂണിവേഴ്സൽ ജോയിൻറ്റ്സ്, സ്ലൈഡിംഗ് ജോയിൻറ്റ്, പ്രൊപ്പലർ ഷാഫ്റ്റ്, ഡിഫറൻഷ്യൽ യൂണിറ്റ് അടങ്ങിയ ഫൈനൽ ഡ്രൈവ്, റിയർ ആക്സിൽ, വീൽസ് ആൻഡ് ഫ്രെയിംസ് എന്നിവയാണ്. ഇതൊരു 2 വീൽ ഡ്രൈവിൻ്റെ ചിത്രമാണ് നൽകിയിട്ടുള്ളത്. എഞ്ചിൻ മുൻവശത്തും ഡ്രൈവ് നൽകുന്ന റിയർ ആക്സിലുമായിരിക്കും. എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പവർ ഫ്ലൈ വീൽ, ക്ലച്ച്, ഗിയർ ബോക്സ്, പ്രൊപ്പലർ ഷാഫ്റ്റ് വഴി റിയർ ആക്സിലെത്തുകയും വീലുകളിൽ എത്തപ്പെടുകയും ചെയ്യുന്നു. മെയിൻ സോഴ്സ് ഓഫ് പവർ എന്നത് എഞ്ചിനാണ്. എഞ്ചിനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പവർ റെസിപ്രോക്കേറ്റിംഗ് മോഷനുള്ള പിസ്റ്റണെ റോട്ടറി മോഷനാക്കി ഫ്ലൈ വീലിൽ എത്തിക്കുകയും ഫ്ലൈ വീൽ ക്ലച്ചുമായി എൻഗേജ് ചെയ്യുന്ന സമയത്ത് ഡ്രൈവ്, ഗിയർ ബോക്സ്, പ്രൊപ്പലർ ഷാഫ്റ്റ് വഴി വീലുകളിൽ എത്തുകയും ചെയ്യുന്നു. അങ്ങനെ വാഹനം മുന്നോട്ട് നീങ്ങുകയും ചെയ്യും. സോഴ്സ് ഓഫ് പവർ എഞ്ചിനാണ്. എഞ്ചിനിൽ ഫ്യൂൽ കത്തി പിസ്റ്റണിൽ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ സംഭവിച്ച്
റോട്ടറി മോഷനായിട്ട് പവർ ഫ്ലൈവീലെത്തും. ക്ലച്ച് പ്ലേസ് ചെയ്തിരിക്കുന്ന ഫ്ലൈവീലിനും ഗിയർ ബോക്സിനും ഇടയിലായിട്ടാണ്. ക്ലച്ച് എൻഗേജ് ചെയ്യുന്ന സമയത്ത് പവർ ഗിയർ ബോക്സ്, പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, ഡിഫറൻഷ്യൽ, റിയർ ആക്സിൽ വഴി വീലുകളിലെത്തുന്നു. അങ്ങനെ വാഹനം മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്നു. വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തോ നിർത്തുന്ന സമയത്തോ ഐഡ്ലിംഗ് സമയത്തോ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തോ ഫ്ലൈ വീലും ക്ലച്ചും തമ്മിൽ ഡിസ്എൻഗേജ് പൊസിഷൻ ആയിരിക്കും. ഈ സമയത്ത് ഫ്ലൈ വീലിൽ നിന്നുള്ള ഡ്രൈവ് ഗിയർ ബോക്സിൽ എത്തുന്നതായിരിക്കില്ല. അതായത് ഗിയർ ബോക്സിന്റെ ഫംഗ്ഷനാണ്. ഗിയർ ബോക്സിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡ്രൈവിംഗ് പവർ ആവശ്യമുള്ളപ്പോൾ എഞ്ചിൻ സ്പീഡ് കുറച്ചിട്ട് ഡ്രൈവിംഗ് വീലിന് ഹൈ പവർ നൽകുന്നത് ഗിയർ ബോക്സ് ആണ്. ഉദാഹരണം, വാഹനം കയറ്റം കയറുന്ന സമയത്ത് ഫസ്റ്റ് ഗിയറിലായിരിക്കും വാഹനം മുമ്പോട്ട് പോകുന്നത്. ഈ സമയത്ത് ആവശ്യമുള്ള ടോർക്ക് വളരെ വലുതാണ്, എഞ്ചിൻ സ്പീഡ് വളരെ കുറവുമായിരിക്കും. ഉയർന്ന റണ്ണിംഗ് സ്പീഡ് ആവശ്യമുള്ളപ്പോൾ ഹൈ സ്പീഡ് ലോ ടോർക്കാണ് വാഹനത്തിന് ആവശ്യമുള്ളത്. അത് ഗിയർ ബോക്സ് നൽകുകയും ചെയ്യും. ഗിയർ ബോക്സിന്റെ ഔട്ട്പുട്ടിനും ഡിഫറൻഷ്യലിനും ഇടയ്ക്കായിട്ടാണ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് കണക്ട് ചെയ്തിട്ടുള്ളത്. പ്രൊപ്പല്ലർ ഷാഫ്റ്റിന് വ്യത്യസ്ത നീളത്തിലും വ്യത്യസ്ത ആംഗിളിലും വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. വ്യത്യസ്ത നീളത്തിൽ വർക്ക് ചെയ്യാൻ സഹായിക്കുന്ന സ്ലിപ്പ് ജോയിന്റ് ആണ്. ആംഗുലാർ വേരിയേഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് യൂണിവേഴ്സൽ ജോയിന്റ്സ് ഉപയോഗിച്ചിട്ടാണ്. വ്യത്യസ്ത ആംഗിളിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുവാൻ യൂണിവേഴ്സൽ ജോയിന്റ്സ് ഉപയോഗിക്കുന്നു. പ്രൊപ്പല്ലർ ഷാഫ്റ്റിന്റെ എൻഡിലുള്ള പിനിയനിൽ നിന്നും റോട്ടറി മോഷൻ ക്രൗൺ വീലിലേക്ക് 90 ഡിഗ്രി പ്ലേസ് ചെയ്തിട്ടുള്ള ക്രൗൺ വീലിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അത് റിയർ ആക്സിൽ വഴി വീലുകളിൽ എത്തുമ്പോൾ വാഹനം മുമ്പോട്ട് നീങ്ങും. ഒരു ഓട്ടോമൊബൈലിൻ്റെ ചേസസിൽ ഉൾപ്പെടുന്ന കമ്പോണൻസ് ആണ് ഫ്രെയിം, സ്പ്രിങ്സ് ആൻഡ് ഷോക്ക് അബ്സോർബേഴ്സ്, സ്റ്റിയറിംഗ് സിസ്റ്റം, ബ്രേക്സ്, ടയേഴ്സ് ആൻഡ് വീൽസ്. ട്രാൻസ്മിഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് ക്ലച്ച്, ഗിയർ ബോക്സ്, യൂണിവേഴ്സൽ ജോയിന്റ്, ഫൈനൽ ഡ്രൈവ്, ആക്സിസ് ആൻഡ് ഡിഫറൻഷ്യൽ. ടയേഴ്സ് ആൻഡ് വീൽസ് ചേസസിന്റെ ഭാഗമായിട്ടുള്ളതാണ്. എൻജിൻ കൺസിസ്റ്റ് ഫുൾ സിസ്റ്റം. ഫുൾ സിസ്റ്റം എന്നത് എയർ ഫ്യൂൽ പ്രൊപ്പോർഷനായിട്ട്, മിക്സർ പ്രൊപ്പോർഷനായിട്ട് എൻജിനിലേക്ക് നൽകാനുള്ള സിസ്റ്റമാണ്. ഉദാഹരണം കാർബറേറ്റർ. ഇഗ്നീഷൻ സിസ്റ്റം എന്നത് ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ എൻജിനകത്ത് ഇഗ്നീഷൻ കൊടുക്കാൻ വേണ്ടിയുള്ള സിസ്റ്റമാണ്. എൻജിൻ്റെ മൂവിങ് പാർട്സ് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റം ആവശ്യമാണ്. എൻജിനുണ്ടാകുന്ന ഓവർ ഹീറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി കൂളിംഗ് സിസ്റ്റം സഹായിക്കുന്നു. ഇലക്ട്രിക്കൽ സിസ്റ്റത്തിനകത്ത് ബാറ്ററി, ഡൈനാമോ, ഓൾട്ടർനേറ്റേഴ്സ് എന്നിവയാണ് ഉള്ളത്. എന്താണ് ഒരു ഹീറ്റ് എൻജിൻ? ഹീറ്റ് എൻജിൻ എന്നുള്ളത് ഒരു സിസ്റ്റമാണ്. അത് ഹീറ്റ് എനർജി അല്ലെങ്കിൽ തെർമൽ എനർജിയെ മെക്കാനിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. പ്രധാനമായിട്ടും ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻ, എക്സ്റ്റേണൽ കമ്പഷൻ എൻജിൻ എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇൻറ്റേർണൽ കമ്പഷൻ എൻജിനകത്താണെങ്കിൽ കമ്പഷൻ നടക്കുന്ന എൻജിനകത്താണ്. എക്സ്റ്റേണൽ കമ്പഷൻ എൻജിനിൽ കമ്പസ്റ്റൻ എൻജിന് പുറത്താണ് സംഭവിക്കുന്നത്. ഉദാഹരണം സ്റ്റീം എൻജിനും ടർബൈൻ എൻജിനും. IC എൻജിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കംപ്രഷൻ ഇഗ്നിഷൻ എൻജിൻ, CI എൻജിൻ, അതായത് ഡീസൽ സൈക്കിളാണ് CI എൻജിൻ വർക്ക് ചെയ്യുന്നത്. 2 സ്ട്രോക്കിലും 4 സ്ട്രോക്കിലും അവൈലബിൾ ആണ്. സ്പാർക്ക് ഇഗ്നിഷൻ എൻജിൻ അഥവാ SI എൻജിൻ അറിയപ്പെടുന്നത് ഓട്ടോ സൈക്കിളിലാണ്, അല്ലെങ്കിൽ പെട്രോൾ എൻജിൻ 2 സ്ട്രോക്കിലും 4 സ്ട്രോക്കിലും അവൈലബിൾ ആണ്. CI എൻജിനും SI എൻജിനും പിസ്റ്റൺ റെസിപ്രോക്കേറ്റിംഗ് മോഷനിലാണ് ലഭിക്കുന്നത്. വാങ്കൽ എൻജിനിൽ ഒരു 3 ലോബ്ഡ് റോട്ടറാണുള്ളത്. ഇവിടെ പിസ്റ്റൺ ലഭിക്കുന്ന റോട്ടറി മോഷനാണ്. ഗ്യാസ് ടർബൈനിൽ കംപ്രസർ, ടർബൈൻ, കമ്പസ്റ്റർ എന്നിവയാണുള്ളത്. ടർബൈനാണ് കംപ്രസറിനെ പ്രവർത്തിപ്പിക്കുന്നത്. ഇത് വർക്ക് ചെയ്യുന്ന ബ്രൈറ്റർ സൈക്കിളിലാണ്. ഇവിടുത്തെ വർക്കിംഗ് മീഡിയം എന്നുള്ളത് എയർ ആണ്. ഗ്യാസ് ടർബൈൻ യൂസ് ചെയ്യുന്നത് എയർക്രാഫ്റ്റ്, ഷിപ്സ്, ട്രെയിൻ, ജനറേറ്റർ സെറ്റ്സ്, പമ്പ്സ്, അതേപോലെ ഇത് മുന്നണിയിൽ ഉപയോഗിക്കുന്ന ടാങ്ക്സ്. എൻജിൻസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു നോക്കാം. എൻജിൻ സൈക്കിളിൻ്റെ രീതിയിൽ ഓട്ടോ സൈക്കിളുണ്ട്, ഡീസൽ സൈക്കിളുണ്ട്. ഓട്ടോ സൈക്കിളിൽ പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്നു, ഡീസൽ സൈക്കിളിൽ ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്നു.
നമ്പർ ഓഫ് സ്ട്രോക്സിൻ്റെ അടിസ്ഥാനത്തിൽ 2 സ്ട്രോക്ക് വാഹനങ്ങളും 4 സ്ട്രോക്ക് വാഹനങ്ങളും ഉണ്ട്. ടൈപ്പ് ഓഫ് ഫ്യൂൽ യൂസ്ഡ് ഡീസൽ എഞ്ചിനുണ്ട്, പെട്രോൾ എഞ്ചിനുണ്ട്. ടൈപ്പ് ഓഫ് ഇഗ്നിഷനിൽ കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ അഥവാ CA എഞ്ചിൻസ് ഉണ്ട്. അതുപോലെ തന്നെ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ അഥവാ SA എഞ്ചിനുണ്ട്. നമ്പർ ആൻഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് സിലിണ്ടേഴ്സ്, ഇതിൽ ഇൻലൈൻ വെർട്ടിക്കൽ ടൈപ്പ് ഉണ്ട്, V ടൈപ്പ് സിലിണ്ടേഴ്സ് ഉണ്ട്, ഓപ്പോസിറ്റ് ടൈപ്പ് ഉണ്ട്. വാൽവ് അറേഞ്ച്മെൻ്റ് രീതിയിൽ സൈഡ് വാൽവ് ടൈപ്പ് ഉണ്ട്, ഓവർഹെഡ് വാൽവ് ടൈപ്പ് ഉണ്ട്. ടൈപ്പ് ഓഫ് കൂളിംഗ് അനുസരിച്ച് എയർ കൂൾഡ് എഞ്ചിൻസ് ഉണ്ട്, വാട്ടർ കൂൾഡ് എഞ്ചിൻസ് ഉണ്ട്. സാധാരണയായി 2 വീലറുകളിൽ എയർ കൂൾഡ് എഞ്ചിൻസും 4 വീലറുകളിൽ വാട്ടർ കൂൾഡ് എഞ്ചിൻസുമാണ് ഉപയോഗിക്കുന്നത്. എഞ്ചിൻ്റെ സിലിണ്ടറുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്കൽ ടേംസ് ഏതെല്ലാമാണെന്ന് നോക്കാം. ഇതൊരു 4 സ്ട്രോക്ക് SA എഞ്ചിൻ അഥവാ പെട്രോൾ എഞ്ചിൻ്റെ സിലിണ്ടർ പിസ്റ്റൺ ഫിഗറാണ് തന്നിട്ടുള്ളത്. ഇതിൽ ടോപ്പ് ഡെഡ് സെൻറ്റർ TDC എന്നത് പൊസിഷൻ ഓഫ് ദ പിസ്റ്റൺ അറ്റ് ദ ടോപ്പ് ഓഫ് ദ സിലിണ്ടർ ആണ്, അതായത് ഈ ഒരു പൊസിഷനാണ്. ബോട്ടം ഡെഡ് സെൻറ്റർ അഥവാ BDC എന്നത് പൊസിഷൻ ഓഫ് ദ പിസ്റ്റൺ അറ്റ് ദ ബോട്ടം ഓഫ് ദ സിലിണ്ടർ. BDC എന്നുള്ളത് ഈ ഒരു പൊസിഷനാണ്. BDC ടു TDC ആണ് 1 സ്ട്രോക്ക് അഥവാ TDC ടു BDC ആണ് 1 സ്ട്രോക്ക്. ഇതിൽ ഒരു സ്ട്രോക്കിന് പിസ്റ്റൺ ഡിസ്പ്ലേസ് ചെയ്യുന്ന വോളിയത്തിനെയാണ് സെപ്റ്റ് വോളിയം അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ് വോളിയം എന്ന് പറയുന്നത്. മറ്റൊന്ന് പിസ്റ്റൺ TDCയിൽ എത്തി നിൽക്കുമ്പോൾ മുകൾ ഭാഗത്തെ വോളിയത്തെയാണ് ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത്. സെപ്റ്റ് വോളിയവും ക്ലിയറൻസ് വോളിയവും കൂടെ ചേരുമ്പോഴാണ് ടോട്ടൽ വോളിയം ഓഫ് ദ സിലിണ്ടർ കിട്ടുന്നത്. കംപ്രഷൻ റേഷ്യോ എന്നുള്ളത് ടോട്ടൽ വോളിയം ഡിവൈഡഡ് ബൈ ക്ലിയറൻസ് വോളിയം ആണ്. സാധാരണയായി പെട്രോൾ എഞ്ചിനുകളിൽ കംപ്രഷൻ റേഷ്യോ 8നും 13നും ഇടയ്ക്കും, ഡീസൽ എഞ്ചിനുകളിൽ 15നും 23നും ഇടയ്ക്ക് ആയിരിക്കും. കംപ്രഷൻ റേഷ്യോ ലിമിറ്റ് ചെയ്യുന്നത് നോക്കിംഗ് എന്നുള്ള ഫിനോമിനൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ്. അടുത്തായിട്ട് റിലേഷൻ ബിറ്റ്വീൻ IHP, BHP ആൻഡ് FHP ആണ്. പവർ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. പവർ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേറ്റ് അറ്റ് വിച്ച് ദ വർക്ക് ഈസ് ഡൺ. ഇതിൻ്റെ യൂണിറ്റ് വാട്ടാണ്. ജൂൾസ് പെർ സെക്കൻഡ് മറ്റൊരു യൂണിറ്റാണ്. സൊസൈറ്റി ഓഫ് ഓട്ടോമേറ്റഡ് എഞ്ചിനീയേഴ്സിൽ പവർ മെഷർ ചെയ്യുന്നത് ഹോഴ്സ് പവർ ആയിട്ടാണ്. അതിൽ മെക്കാനിക്കൽ ഹോഴ്സ് പവർ എന്നുള്ളത് 745.7 വാട്ടിന് ഇക്വലൻ്റ് ആണ്. മറ്റൊന്ന് മെട്രിക് HP, അത് ഇക്വലൻ്റ് ടു 735.5 വാട്ടാണ്. IHP അഥവാ ഇൻഡിക്കേറ്റർ ഹോഴ്സ് പവർ, ഇറ്റ് ഈസ് ദ പവർ ജനറേറ്റഡ് ഇൻ ദ സിംഗിൾ സിലിണ്ടർ ആൻഡ് റിസീവ്ഡ് ബൈ ദ പിസ്റ്റൺ ആണ്. എഞ്ചിൻ്റെ മൂന്നാമത്തെ സ്ട്രോക്കായ പവർ സ്ട്രോക്ക് അല്ലെങ്കിൽ എക്സ്പാൻഷൻ സ്ട്രോക്കിൽ സിലിണ്ടറിനുള്ള പിസ്റ്റനുള്ളിൽ ആക്ട് ചെയ്യുന്ന പ്രഷറിൽ നിന്നാണ് IHP മെഷർ ചെയ്യുന്നത്. ഉപയോഗിക്കുന്ന ഫോർമുല PM/LAN ഡിവൈഡ് ബൈ 60,000 ആണ്. ഈ PM എന്നുള്ളത് മീൻ ഇഫക്റ്റീവ് പ്രഷറാണ്. L ലെങ്ത് ഓഫ് ദ സ്ട്രോക്ക് ഇൻ മീറ്റർ, A സിലിണ്ടർ ഏരിയ ഇൻ മീറ്റർ സ്ക്വയർ, N റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആണ്. 2 സ്ട്രോക്ക് എഞ്ചിൻസിൻ്റെ കേസിലാണെങ്കിൽ സെയിം ഇക്വേഷനും, 4 സ്ട്രോക്കിലാണെങ്കിൽ N/2 ഉപയോഗിക്കണം. PM വാല്യൂ മെഷർ ചെയ്യുന്നത് PV ഡയഗ്രത്തിൽ നിന്നാണ്. എൻജിൻ ഇൻഡിക്കേറ്റർ ഡയഗ്രാം അവൈലബിൾ ആണെങ്കിൽ പ്ലെനിമീറ്ററോ ഓർഡിനേറ്റ് മെത്തേഡോ ഉപയോഗിച്ച് ഏരിയ ഓഫ് ദ ഡയഗ്രാം മെഷർ ചെയ്ത് PM വാല്യൂ കണ്ടുപിടിക്കുന്നു. നമ്പർ ഓഫ് റെവല്യൂഷൻസ് ടാക്കോമീറ്റർ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യാൻ സാധിക്കും. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ ഹോഴ്സ് പവർ ലഭ്യമാവുന്നതാണ്. അടുത്ത BHP ആണ്, ബ്രേക്ക് ഹോഴ്സ് പവർ. It is the power output of an engine flywheel available at the flywheel. ഒരു എഞ്ചിൻ്റെ ഫ്ലൈവീലിൽ അവൈലബിൾ ആയിട്ടുള്ള പവറിനെയാണ് ബ്രേക്ക് ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. ഇത് മെഷർ ചെയ്യുന്നത് ഡൈനാമോമീറ്റർ ഉപയോഗിച്ചിട്ടാണ്. റോപ്പ് ബ്രേക്ക് ഡൈനാമോമീറ്ററും പ്രോണി ബ്രേക്ക് ഡൈനാമോമീറ്ററും BHP മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഡൈനാമോമീറ്ററിൽ നിന്നും ടോർക്കിൻ്റെ വാല്യൂ മെഷർ ചെയ്യാൻ സാധിക്കും. ഈ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ BHP കിലോ വാട്ടിൽ ലഭ്യമാവുന്നതാണ്.
അടുത്തായിട്ടുള്ള ഫ്രിക്ഷണൽ ഹോഴ്സ് പവർ, ഷോർട്ടായിട്ട് FHP. ഇറ്റ് ഈസ് ദ ഹോഴ്സ് പവർ ലോസ്റ്റ് ഇൻ ദ എഞ്ചിൻ ഡ്യൂ ടു ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ മുഖാന്തരം എഞ്ചിനുള്ളിൽ നഷ്ടപ്പെടുന്ന പവറിനെയാണ് ഫ്രിക്ഷണൽ ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. അത് മെഷർ ചെയ്യുന്നത് IHP നിന്ന് BHP കുറച്ചിട്ടാണ്. അടുത്തതായിട്ട് IHP, BHP, FHP, ടോർക്ക്, ഇവ എൻജിൻ സ്പീഡുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പെർഫോമൻസ് കർവ് വഴി നോക്കാം. ടോർക്കിൻ്റെ പെർഫോമൻസ് കർവാണിത്. ഇത് ഇൻഡിക്കേറ്റർ പവറിൻ്റെ പെർഫോമൻസ് കർവ്, ഇത് ബ്രേക്ക് പവറിൻ്റെ പെർഫോമൻസ് കർവ്, ഇത് ഫ്രിക്ഷൻ പവറിൻ്റെയാണ്. X ആക്സിസിലെ എൻജിൻ സ്പീഡ് ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്നതോറും വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമുക്കറിയാവുന്നത് ഇൻഡിക്കേറ്റർ പവറിൽ നിന്ന് ബ്രേക്ക് പവർ കുറച്ച് കഴിഞ്ഞാൽ ഫ്രിക്ഷൻ പവർ കിട്ടും. അപ്പോൾ ഒരു വാഹനത്തിൻ്റെ ഉയർന്ന എൻജിൻ സ്പീഡുകളിൽ ഫ്രിക്ഷണൽ പവറും ഇൻഡിക്കേറ്റർ പവറും വളരെ കൂടുതലായിരിക്കും. എന്നാൽ ഉയർന്ന സ്പീഡുകളിൽ ബ്രേക്ക് പവർ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് വരെ പരമാവധി എത്തുകയും അതിനുശേഷം ഡ്രോപ്പ് ഡൗൺ ചെയ്യുകയും ചെയ്യുന്നു. ടോർക്കിൻ്റെ കേസിൽ എൻജിൻ സ്പീഡ് കൂടുന്നതനുസരിച്ച് ടോർക്ക് വാല്യൂ കുറഞ്ഞു വരുന്നു. ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് മാക്സിമം ബ്രേക്ക് പവറും മാക്സിമം ടോർക്കും ലഭിക്കുന്നത് ഒരേ എൻജിൻ സ്പീഡിലല്ല എന്നുള്ളതാണ്. അടുത്തതായി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എഫിഷ്യൻസീസ് ആണ്. പ്രധാനമായിട്ടുള്ളത് മെക്കാനിക്കൽ എഫിഷ്യൻസി, വോളിമെട്രിക് എഫിഷ്യൻസി, തെർമൽ എഫിഷ്യൻസി എന്നിവയാണ്. മെക്കാനിക്കൽ എഫിഷ്യൻസി എന്നുള്ളത് ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് BHP ടു IHP ആണ്. ബ്രേക്ക് ഹോഴ്സ് പവർ ടു ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ. അതിന് 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം പെർസെൻറ്റേജ് ലഭിക്കും. മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് ഉദ്ദേശിക്കുന്നത് എത്രത്തോളം ഇൻപുട്ട് എനർജി ഔട്ട്പുട്ട് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു എന്നതാണ്. ഇതിൻ്റെ വാല്യൂ എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. വോളിമെട്രിക് എഫിഷ്യൻസി ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് the volume of air or gaseous mixture injected in the cylinder during the suction stroke at the atmospheric conditions to the swept volume of the cylinder. മറ്റൊരു രീതി പറയുകയാണെങ്കിൽ ആക്ച്വൽ മാസ് ഓഫ് മിക്സർ ടു തിയററ്റിക്കൽ മാസ് ഓഫ് മിക്സർ ആണ്. നാച്ചുറലി ആസ്പിറേറ്റഡ് എൻജിൻസിൽ വോളിമെട്രിക് എഫിഷ്യൻസി 70 to 80% ആണ്. സൂപ്പർ ചാർജസ് ഉപയോഗിക്കുന്ന എൻജിൻസിൽ വോളിമെട്രിക് എഫിഷ്യൻസി 100% ആയിരിക്കും. ഇവിടെ ബ്ലോവറോ ഫാനോ ഉപയോഗിച്ചിട്ട് എയറിനെ സിലിണ്ടറിനുള്ളിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുന്നത്. വോളിമെട്രിക് എഫിഷ്യൻസി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന എൻജിൻ സ്പീഡ്, ലോഡ്, ഇൻലെറ്റ് വാൽവ് വലിപ്പം കൂടുകയാണെങ്കിൽ വോളിമെട്രിക് എഫിഷ്യൻസി കൂടും. എക്സോസ്റ്റ് സിസ്റ്റംസ്, സൈസസ് ഓഫ് പോർട്സ്, വാൽവ് ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്താലും വോളിമെട്രിക് എഫിഷ്യൻസി ചേഞ്ചസ് വരുത്താൻ സാധിക്കും. എൻജിൻ സ്പീഡ് അനുസരിച്ചിട്ട് ഒരു പർട്ടിക്കുലർ പോയിൻ്റ് വരെ എൻജിൻ്റെ സ്പീഡ് കൂടുന്നതനുസരിച്ച് വോളിമെട്രിക് എഫിഷ്യൻസി കൂടുകയും മാക്സിമം വോളിമെട്രിക് എഫിഷ്യൻസി കിട്ടുകയും ചെയ്യും. അതിന് ശേഷം കൂടുന്ന എൻജിൻ സ്പീഡ് എന്നനുസരിച്ചിട്ട് വോളിമെട്രിക് എഫിഷ്യൻസിക്കകത്ത് കാര്യമായ മാറ്റം ഉണ്ടാകാറില്ല. തെർമൽ എഫിഷ്യൻസി ഈസ് ദ റേഷ്യോ ഓഫ് ദ വർക്ക് ഔട്ട്പുട്ട് ആൻഡ് ദ ഹീറ്റ് ഇൻപുട്ട് ടു ദ എൻജിനാണ്. കമ്പസ്റ്റനിൽ നിന്നും എത്ര പെർസെൻറ്റേജ് മെക്കാനിക്കൽ വർക്ക് ആയി മാറി എന്ന് കാണിക്കുന്നതാണ് തെർമൽ എഫിഷ്യൻസി. SA എൻജിൻസിൻ്റെ കേസിൽ തെർമൽ എഫിഷ്യൻസി 25 to 30% ഇടയ്ക്കാണ്. C എൻജിൻസിനാണെങ്കിൽ 30 to 40% ആണ്. തെർമൽ എഫിഷ്യൻസി കാണാനുള്ള ഇക്വേഷൻ W net by Q in ആണ്. Q in എന്നുള്ളത് ഹീറ്റ് സപ്ലൈഡ് ആണ്. അടുത്ത വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ബർത്ത് പ്ലേസ് ഓഫ് ഓട്ടോമൊബൈൽ ജർമ്മനിയാണ്. ഫസ്റ്റ് മോട്ടോർ കാർ അപ്പയർഡ് ഇൻ ഇന്ത്യ 1897. ഹൗ ദ ടോർക്ക് ഇസ് റിലേറ്റഡ് ടു എൻജിൻ സ്പീഡ്. എൻജിൻ്റെ സ്പീഡ് വർദ്ധിക്കുന്നതനുസരിച്ച് ടോർക്ക് ഇൻക്രീസ് ചെയ്യും ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെ. അതിനുശേഷം എൻജിൻ്റെ സ്പീഡ് വീണ്ടും വർദ്ധിച്ചാലും ടോർക്ക് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കംപ്രഷൻ റേഷ്യോ എന്നുള്ളത് ടോട്ടൽ സിലിണ്ടർ വോളിയം BDC, അതായത് സെപ്റ്റ് വോളിയം പ്ലസ് ക്ലിയറൻസ് വോളിയം ദ ഹോൾ ഡിവൈഡഡ് ബൈ ക്ലിയറൻസ് വോളിയം ആണ്. ദ പവർ ഔട്ട്പുട്ട് ഓഫ് ആൻ എൻജിൻ അവൈലബിൾ അറ്റ് ദ ഫ്ലൈവീൽ. ഫ്ലൈവീലിൽ ലഭിക്കുന്ന പവർ ഔട്ട്പുട്ടിനെയാണ് ബ്രേക്ക് ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. ഇത് കണക്കാക്കുന്നത് ഡൈനാമോമീറ്റർ ഉപയോഗിച്ചിട്ടാണ്. റേഷ്യോ ബിറ്റ്വീൻ ദ എയർ ഡ്രോൺ ഇൻ ദ സിലിണ്ടർ ഡ്യൂറിംഗ് ദ സക്ഷൻ സ്ട്രോക്ക് ആൻഡ് ദ വോളിയം ഓഫ് ദ സിലിണ്ടർ.
ആ എഫിഷ്യൻസിയാണ് വോളിമെട്രിക് എഫിഷ്യൻസി. 1 HP is equal to 745.7 watt. ഇത് മെക്കാനിക്കൽ ഹോഴ്സ് പവർ ആണ്. വോളിയം ഓഫ് ദ സ്പേസ് എബവ് ദ പിസ്റ്റൺ വെൻ ഇറ്റ് ഈസ് അറ്റ് TDC. പിസ്റ്റൺ TDC നിൽക്കുമ്പം മുകൾ ഭാഗത്തുള്ള വോളിയത്തിനെയാണ് ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് വോളിയം ഓഫ് എ പിസ്റ്റൺ എന്നുള്ളത് സ്വെപ്റ്റ് വോളിയമാണ്. അതായത് TDC തൊട്ട് BDC വരെ പിസ്റ്റൺ സഞ്ചരിക്കുന്ന ദൂരമാണ് ഡിസ്പ്ലേസ്മെൻറ്റ് വോളിയം. മെഷർമെൻറ്റ് ഓഫ് പവർ ഇൻ SI എന്നുള്ളത് ഹോഴ്സ് പവർ ആണ്. Thank you so much for watching.